السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസറാണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചത് സൂറത്തുൽ മാഊനാണ്. സൂറത്തുൽ കൗസർ ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. അപ്പോൾ അവിടെ പാരായണം ചെയ്യുന്ന സമയത്ത് ഇന്നാ അഅ്തൈനാകൽ കൗസർ, അപ്പോൾ ഇന്ന ഒരുപാട് നീട്ടേണ്ട ആവശ്യമില്ല, ചെറിയൊരു നീട്ടലാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. അവിടെ പ എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്, വായ നിറച്ചെന്ത് ചെയ്യണം? അഅ്തൈനാക എന്നല്ല, അഅ്തൈനാകൽ കൗസർ. സ ആണ്, അപ്പോൾ നാവിൻ്റെ സ എന്നാണ് ഉച്ചരിക്കുക. പിന്നെ പറയുന്നത് ഫസല്ലി ലിറബ്ബിക വൻഹർ. ഫസല്ലി ലിറബ്ബിക, റ തഫ്ഖീമാണ്, അപ്പോൾ വായ നിറച്ചെന്ത് ചെയ്യണം? റായിനെ ഉച്ചരിക്കണം. ശേഷം ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. അബ്തർ എന്നല്ല, അബ്തർ, കാരണം കുത്തുബുജത്തിൻ്റെ അക്ഷരാണ്. അപ്പോൾ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. അബ്തർ എന്നല്ല, അവിടെ അബ്തർ എന്ന രീതിയിലാണ് ഓതേണ്ടത്. ഇനി ആ സൂറത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് സൂറത്തുൽ കൗസർ എന്നും ഇന്ന അഅ്തൈനാകൽ കൗസർ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ആ സൂറത്ത് അവതീർണമായത് മക്കയിലാണോ അതല്ല മദീനയിലാണോ, മക്കിയാണോ അതല്ല മദനിയാണോ എന്ന വിഷയത്തിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുള്ള സൂറത്താണ്. മദനിയാണോ മക്കിയാണോ എന്ന വിഷയത്തിൽ. ഇനി ആ സൂറത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഒരു നിഅമത്ത്, വലിയൊരു അനുഗ്രഹമാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു നൽകുന്നത്. ആ അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ് ഈ പ്രസ്തുത സൂറത്തിൽ അള്ളാഹു ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? സൂറത്തിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയങ്ങൾ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ബി അന്നഹു ഉഅ്തിയൽ ഖൈറൽ കസീർ. ഒരുപാട് നന്മകൾ എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നുണ്ട് എന്നതാണ്. രണ്ടാമത്തേത് ആ നന്മകൾ നൽകിയതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ശുക്റുകൾ അർപ്പിക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിയ ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹമധ്യേ ഇകഴ്ത്തിയവരുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അവരാണ് എല്ലാ നന്മകളിൽ നിന്നും പിന്നോട്ടടിച്ചവർ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ആ സൂറത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൂറത്തുൽ കൗസർ നമുക്ക് ഏത് രൂപത്തിലാണ് സൂറത്തുൽ കൗസർ പരിചയം? ഏറ്റവും ചെറിയ സൂറത്താണെന്നുള്ളതാണ്. എന്താ ഏറ്റവും ചെറിയ സൂറത്താണെന്ന് പറയാനുള്ള മാനദണ്ഡം? സൂറത്തുൽ കൗസർ 3 ആയത്താണ്, വൽ അസ്ർ 3 ആയത്താണ്. പിന്നെന്തുകൊണ്ട് സൂറത്തുൽ കൗസർ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന് പറയുന്നു? അതിൻ്റെ പദങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് പദങ്ങളുള്ളത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ കൗസറിലാണ്.
പദങ്ങൾ നന്നേ കുറവ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സൂറത്ത് ചെറിയ സൂറത്തായി ഗണിക്കപ്പെടാനുള്ള കാരണം. അതേ സമയത്ത് എന്തുണ്ട്, 3 ആയത്തുള്ള മറ്റു സൂറത്തുകളുണ്ട്. സൂറത്തുൽ നസ്റുണ്ട്, സൂറത്തുൽ അസ്റുണ്ട്, അതേപോലെ സൂറത്തുൽ കൗസറും ഉണ്ട്. അപ്പോൾ പദങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് പദങ്ങളുള്ളത് സൂറത്തുൽ കൗസറിനാണ്. അതുകൊണ്ടാണ് ചെറിയ സൂറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരുപാട് ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 3 ആയത്തുകളാണ് എങ്കിലും വളരെ വിപുലമായ ആശയം ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞിരുന്നു, ചില സൂറത്ത് ഇറങ്ങാൻ എന്തുണ്ടാവും, കാരണങ്ങളുണ്ടാവും, ചിലത് കാരണങ്ങൾ ഉണ്ടാവില്ല. ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്, നബിയുടെ ഖാദിമാണ്. മദീന കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഉമ്മു സുലൈം എന്ന അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊണ്ടുവന്നിട്ട് നബിക്ക് നിങ്ങളുടെ സേവകനാണ്, ഇവൻ നിങ്ങളെ സേവിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നബിയുടെ അടുക്കൽ ഏൽപ്പിച്ചു പോകുന്നത് എന്നാണ്. അപ്പോൾ അവിടെ അനസ് റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഉദ്ധരിക്കാനുള്ള കാരണം നബിയുടെ കൂടെ ഒപ്പം ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു എന്നതുകൊണ്ടാണ്. അവിടെ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും എല്ലാ ചരിത്രകാരന്മാരും ഒന്നടങ്കം പറയുന്ന വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, അനസ് റളിയല്ലാഹു അൻഹുവിനോട് നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്ന ഒരു വാക്ക് എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്കിങ്ങനെ ചെയ്തൂടെ എന്നൊരു വാക്ക് ഒരു സേവകനോട്, ഖാദിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം നബിയുടെ സ്വഭാവം അത്രയും മഹിതമായ സ്വഭാവമായിരുന്നു എന്ന് ആ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സേവകനോട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സേവകനോട് ആ രൂപത്തിലാണ് പെരുമാറ്റമെങ്കിൽ ബാക്കിയുള്ള ആളോടുള്ള പെരുമാറ്റം എന്തായിരിക്കും, അതിനേക്കാളും ഉഷാറായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബുഇസ്തു, ഞാൻ നിയോഗിതമായിട്ടുള്ളത് ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിയോഗിതമായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളൊക്കെ ഉദ്ധരിക്കുന്ന ചില ഹദീസുകളുണ്ട്. ഏറ്റവും കൂടുതൽ നബി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അതേപോലെ ഉദ്ധരിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആ പ്രാർത്ഥന ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറുകളുണ്ട് എന്നാണ്. എല്ലാ ഖൈറുകളുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ദുനിയവിയായി നല്ലത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. ഉഖ്റവിയായി കിട്ടണമെങ്കിലോ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്ന. അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് ഒരുപാട് സ്വത്തുക്കൾ എന്തുണ്ടായിരുന്നു, അനസ് റളിയല്ലാഹുവിൻ്റെ കൈക്കലിൽ ഉണ്ടായിരുന്നു എന്നാണ്. പേരക്കുട്ടികളുടെ ശേഷമുള്ള കാലഘട്ടത്തെ വരെ കണ്ടിട്ടാണ് എന്ത് ചെയ്തത്, അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും വിശാലമായ സ്വത്തിൻ്റെ ഉടമയായി അനസ് റളിയല്ലാഹു അൻഹു മാറുന്നുണ്ട്. അപ്പം അത് ഒന്ന് ഈ പ്രാർത്ഥനയായിരിക്കാം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ എന്ത് ചെയ്യണം, അല്ലാഹ് ബറക്കത്തുള്ള കുടുംബമാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട്. അപ്പം അനസ് റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ ഈ സംഭവം പറയുന്നുള്ളത്. ബൈനന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ബൈന അൽഉരിന ഇദ് അഗ്ഫ ഇഗ്ഫാഅൻ. നബി നമ്മുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ചെറിയൊരു ബോധക്ഷയം പോലെ ചെറുങ്ങനൊന്ന് റസൂല് മയങ്ങി. സുമ്മ റഫഅ റഅസഹു മുതബസ്സിമൻ, പിന്നെ തല ഉയർത്തി, ചിരിച്ചുകൊണ്ടാണ് റസൂൽ എന്ത് ചെയ്യുന്നത്, തല ഉയർത്തുന്നത്. ഫഖുൽനാ മാ അൽഹഖക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ് താങ്കളെ ചിരിപ്പിച്ചത്, എന്താണ് താങ്കൾ ചിരിക്കാനുള്ള കാരണം? ഖാല ഉൻസിലത് അലയ്യ ആനിഫൻ സൂറ, ഇപ്പോൾ തൊട്ട് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സൂറത്ത് എനിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫഖറ, എന്നിട്ട് പാരായണം ചെയ്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അങ്ങനെ ചോദിക്കാൻ, അതദ്റൂന മൽ കൗസർ, സഹാബാക്കളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് കൗസർ എന്ന് പറഞ്ഞാൽ എന്ത് എന്നറിയുമോ? ഫഖുൽന, സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുമാണ്
ഏറ്റവും കൂടുതൽ അറിയുന്നവർ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കൗസർ എന്ന് പറഞ്ഞാൽ എന്താ? മാഹുവൽ കൗസർ, എന്താ കൗസർ എന്ന് പറഞ്ഞാൽ? ധാരാളം നന്മകൾ. പിന്നെയോ? അപ്പൊ ഹദീസിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ഫഇന്നഹു നഹ്റുൻ, അതൊരു പുഴയാണ്, അതൊരു പുഴയാണ്. വഅദനീഹി റബ്ബി അസ്സ വജല്ല, എനിക്ക് എൻ്റെ റബ്ബ് വാഗ്ദാനം ചെയ്ത ഒരു പുഴയാണത്. അലൈഹി ഖൈറുൻ കസീർ, ഒരുപാട് നന്മകൾ എന്തുണ്ട് ആ പുഴക്കുണ്ട്. ഹുവ ഹൗലുൻ തരിദു അലൈഹി ഉമ്മതി യൗമൽ ഖിയാമ, ഒരു ഹൗലുമുണ്ട്, ഒരു ഹൗലുമുണ്ട്. എൻ്റെ ഉമ്മത്ത് എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ എൻ്റെ അടുക്കലേക്ക് വരും. ആനിയതുഹു അദദുൻ നുജൂം, നക്ഷത്രങ്ങൾ എത്രയുണ്ടോ അതിന് തുല്യമാണ് അതിലെ പാത്രങ്ങൾ. ഫയുഖ്തലജുൽ അബ്ദു മിൻഹും, ചില അടിമകൾ എന്ത് ചെയ്യും? അകറ്റപ്പെടും, ചില അടിമകൾ വിദൂരമാക്കപ്പെടും. ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, റബ്ബി ഇന്നഹു മിൻ ഉമ്മത്തി, അതെൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് റബ്ബേ. ഫയഖൂൽ, ആ സമയത്ത് പറയും, മാ തദ്രി മാ അഹ്ദസത് ബഅദക്, അവർ നിനക്ക് ശേഷം എന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയത് എന്ന് നിനക്കറിയുമോ എന്നാ ചോദിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൗസറുണ്ട്, ഹൗദുൽ കൗസറുണ്ട്, രണ്ടും ഒന്നാണോ? ഹൗലും ഉണ്ട്, കൗസറും ഉണ്ട്, രണ്ടും ഒന്നാണോ? അല്ല. കൗസർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ഒരു പുഴയാണ്. അപ്പോൾ സ്വർഗത്തിലുള്ള പുഴ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് കാണാൻ പറ്റുള്ളൂ. ഹൗല് എന്ന് പറഞ്ഞാലോ, ഖിയാമത്ത് നാള് നടന്നു കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സംഭവം. എല്ലാവരും എന്ത് ചെയ്യും? ഉമ്മത്തിലെ എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ഹൗലിൻ്റെ അടുക്കലേക്ക് വരും, ചില ആളുകൾ അകറ്റപ്പെടും. അപ്പോൾ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണെന്ത്? ഹൗലുൽ കൗസർ എന്നുള്ളത്. അത് കുടിക്കാൻ എന്ത് ചെയ്യാം? ചില ആളുകൾ വരിക എന്നുള്ളത് ആ സന്ദർഭത്തിൽ നടക്കുന്നതാണ്. അതല്ലാതെ പല ആൾക്കാരും കൗസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കുന്ന എന്താ? അത് ഹൗലുൽ കൗസർ ആണ് എന്നാണ്. അല്ല, കൗസർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പുഴയാണ്. അള്ളാഹു നൽകിയ പുഴയാണ്. ആ പുഴയിൽ നിന്നാണ് ഏതിലേക്ക് വെള്ളം വരുന്നത്? ഈ ഹൗലിലേക്ക് വെള്ളം വരുന്നത് എന്നാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൗല് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, കൗസർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇന്നാ, തീർച്ചയായും നാം എന്ത് ചെയ്തിട്ടുണ്ട്? അഅതൈനാക, താങ്കൾക്ക് നൽകിയിട്ടുണ്ട് അൽ കൗസർ, സ്വർഗത്തിലെ ഒരു പുഴ എന്ത് ചെയ്തിട്ടുണ്ട്? താങ്കൾക്ക് നാം നൽകിയിട്ടുണ്ട്. അപ്പം ഇവിടെ അഅതൈനാക എന്നാ പറഞ്ഞത്. അഅതർ റസൂൽ, റസൂലിന് നൽകിയെന്നല്ല. അഅതൻ നബി, നബിക്ക് നൽകിയെന്നല്ല. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും റസൂലിന് നൽകി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം എന്താ? റസൂൽ ആയതുകൊണ്ട് നൽകി, നബി ആയതുകൊണ്ട് നൽകി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, താങ്കളായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നൽകിയത് എന്നാണ്. അപ്പോൾ ആ റസൂലിനുള്ള ഫള് എന്ത് ചെയ്യുന്നുണ്ട്? എടുത്ത് കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അഅതൈനാക, താങ്കൾക്കാണ് ഞാൻ എന്ത് ചെയ്തത്? നൽകിയത്. അൽ കൗസർ, കൗസർ എന്ന പുഴ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷണം എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹുവ നഹ്റുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു പുഴയാണ്. ഹാഫതാഹു മിൻ ദഹബ്, അതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ സ്വർണം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് കൗസർ എന്ന് പേര് വിളിക്കപ്പെട്ടത് എന്നാണ്. കൗസർ, എന്തുകൊണ്ട് കൗസർ എന്ന് പേര് വിളിക്കപ്പെട്ടു? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരണപ്പെട്ടപ്പോഴാണ് മുശ്രിക്കീങ്ങൾ എന്ത് പറയുന്നത്? ആ നബി വാലറ്റവനാണ്, നബി വാലറ്റവനാണ്, നബിക്ക് എന്തില്ല, ഇനിയൊരു ആൺമക്കളില്ല, ഒരു ആൺതരിയില്ല. അപ്പൊ നബിയുടെ കുടുംബം എന്ത് ചെയ്യൂല? ഇനി വളർന്നു പോകില്ല, അവിടത്തേക്ക് എന്ത് ചെയ്തു? അവസാനിച്ചു എന്ന് പറഞ്ഞ് കളിയാക്കാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. ആ സമയത്ത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം എന്നോണം ഇറക്കുന്ന സൂറത്താണ് എന്ത്? കൗസർ. അതിൽ ആ വാക്കിൽ പോലും മറുപടിയുണ്ട്. അബ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വസ്നായിട്ട് വരുന്നത്, അബ്തറിന്റെ വസ്ന് ഫൗഅൽ എന്നുള്ളതാണ്. അബ്തർ, ഫൗഅൽ, ഫൗഅൽ എന്നാണ്, ഫൗഅൽ എന്നാണ് വരിക. കൗസർ, അബ്തർ രണ്ടും ഒരേ രീതിയിലാണ് ഹർക്കത്ത് നോക്കിക്കഴിഞ്ഞാൽ. കൗസർ, അബ്തർ. അപ്പൊ അബ്തറിന് അവർ വിളിച്ചു വാലറ്റവൻ. അള്ളാഹു മറുപടി കൊടുത്തു കൗസർ. രണ്ടും അവസാനിപ്പിക്കുന്നതും റാ കൊണ്ടാണ് രണ്ടും അവസാനിപ്പിക്കുന്നത്. അപ്പൊ കൗസർ എന്ന ഒരു അതിമഹത്തായ അനുഗ്രഹം
റസൂലെ താങ്കൾക്കുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, മറുപടി കൊടുക്കുന്നത് എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് കൗസർ എന്ന് വിളിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെസീർ എന്ന് പറഞ്ഞാൽ എന്താ, ധാരാളം എന്നാണ്. കെസീർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ്. അപ്പൊ അതിൽ ഒരുപാട് എന്തുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് കോപ്പകളുണ്ട് എന്നുള്ളതൊക്കെ കാരണമായിട്ടാണ് എന്ത് വിളിക്കപ്പെട്ടത്, കൗസർ എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം. അവിടെയാണ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത്, സുമ്മിയ ബിഹൻ നഹ്റു ലികസ്റതി മാഇഹി വആനിയതിഹി വഇളമി ഖദ്രിഹി വഖൈരിഹി. ഒരുപാട് ഖൈർ, ഒരുപാട് ശ്രേഷ്ഠത, ഒരുപാട് വെള്ളം, ഇതൊക്കെ ഉള്ളത് കാരണത്താലാണ് എന്ത് വിളിക്കപ്പെട്ടത്, കൗസർ എന്ന് വിളിക്കപ്പെട്ടത് എന്നാണ്. ഇനി അവിടെ കൗസറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹൗലിന്റെ വിഷയം. എന്താ ഹൗല് എന്ന് പറഞ്ഞാൽ? ഭാഷാപരമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഹൗലുണ്ട്. ഹൗല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒരുമിച്ച് കൂടുന്ന സ്ഥലം, മുജ്തമഉൽ മാ, വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലത്തിനാണ് ഹൗല് എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗലുണ്ട്, നബിക്ക് ഹൗലുണ്ട്. അള്ളാഹു നബിയെ ആദരിക്കുക എന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നബിക്ക് ഹൗലുൽ കൗസർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൗലുൽ കൗസർ എന്ന ഒരു ഹൗല് സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തേത് ഹൗല് എന്ന കാര്യം, ഹൗലുൽ കൗസർ എന്ന കാര്യം ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഒരുപാട് ഹദീസിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പല അഖീദയുടെ വിശ്വാസത്തിന്റെ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൗലുൽ കൗസറുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ എടുത്തു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി വിശ്വസിക്കേണ്ട ഒരു വിഷയമാണ് ഹൗലുൽ കൗസർ ഉണ്ട്, അവിടെ ഉമ്മത്ത് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെയാണ് അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുള്ള പറയുന്നത്, അജ്മഉ അലാ അന്ന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലൻ. പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് നബിക്ക് എന്തുണ്ട്, ഹൗല് ഉണ്ട് എന്ന വിഷയത്തിൽ. എന്താണ്, തരിദു ഉമ്മത്തുഹു, റസൂലിന്റെ ഉമ്മത്ത് വരും, ലാ യദ്മഉ മൻ ശരിബ മിൻഹു, അതിൽ നിന്ന് കുടിച്ചവൻ എന്ത് ചെയ്യൂല, ഒരിക്കലും ദാഹം ഉണ്ടാവൂല എന്നാണ്, പിന്നെ ദാഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. വയുദാദു അൻഹു മൻ ബദ്ദല വഗയ്യറ ബഅദഹു, നബിക്ക് ശേഷം ദീനിനെ മാറ്റിമറിച്ചവരുണ്ട്, ആ മാറ്റിമറിച്ച ആൾക്ക് എന്ത് ലഭിക്കൂല, ഹൗലുൽ കൗസർ ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ വിഷയം, ഹൗലുൽ കൗസറിൽ നമ്മൾ കൃത്യമായ ഈമാൻ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇപ്പോഴും എന്തുണ്ട്, ഹൗല് ഇപ്പോഴും ഉണ്ട് എന്നതാണ്. ഹൗല് ഇപ്പോഴും ഉണ്ട് എന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മൂന്നാമത്തേത്, എപ്പോഴാണ് ഈ ഹൗലുൽ കൗസർ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഖിയാമത്ത് നാളിൽ തന്നെ ഏത് സന്ദർഭത്തിലാണ് ഹൗലുൽ കൗസർ കുടിക്കാനുള്ള സമയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അതിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായ ഒരു വിഷയമാണ്. അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ തന്നെ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതായത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഹൗലാണ് എന്ന് പറഞ്ഞു. എന്നാൽ ചില ആളുകൾ പറഞ്ഞു സിറാത്തിന് ശേഷമാണെന്ത്, ഹൗല് എന്ന് പറഞ്ഞു. എന്നാൽ ചില ആളുകൾ പറഞ്ഞു സിറാത്തിന് മുമ്പാണ് ഹൗല് എന്നത്. എന്നാൽ അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം സിറാത്തിന് മുമ്പാണ് ഹൗല് എന്നുള്ളതാണ്. ആ അഭിപ്രായക്കാരനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ്. അപ്പോൾ സിറാത്തിന് മുമ്പാണ് എന്തുണ്ടാവുക, ഹൗല് ഉണ്ടാവുക എന്നതാണ്. സിറാത്തിന് മുമ്പ് ഹൗല് ഉണ്ടാകും. അപ്പൊ ഹൗലിന്റെ വിശേഷണമായി കൊണ്ട് പറയപ്പെടുന്നത് അശദ്ദു ബയാലൻ മിനൽ ലബൻ, അത് പാലിനേക്കാളും വെളുത്തതാണ്. വ അഹ്ലാ മിനൽ അസൽ, അത് തേനിനേക്കാളും രുചിയുള്ളതാണ്. യഗുസ്സു ഫീഹി മീസാബാനി യുമദ്ദാനിഹി മിനൽ ജന്ന അഹദുഹുമാ മിൻ ദഹബിൻ വൽ ആഖറു മിൻ വറഖിൻ. പിന്നെ അതിൻ്റെ ആനിയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലുള്ള കോപ്പകൾ കഅദദി നുജൂമിസ്സമ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ അത്ര കോപ്പകൾ എന്ത് ചെയ്യും, അവിടെ ആ ഹൗലിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യൂല, ദാഹിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്ന് കൗസറാണ്, മറ്റൊന്ന് ഹൗലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്ന് ഈ ആയത്തിൽ പറയുന്നത് എന്താണ്, ആ പുഴയാണ്. ആ പുഴയാണ് ഈ ആയത്തിൽ നൽകി എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടതിൽ വെച്ച് വളരെ ആദരണീയമായ ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു പുഴ നൽകി എന്നുള്ളത്. അപ്പൊ അത് നൽകിയതിന്റെ പേരിൽ എന്ത് ചെയ്യണം, ഫസല്ലി ലിറബ്ബിക
വൻഹർ. അപ്പോൾ ഒരു വലിയ അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന്റെ പേരിൽ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നബിമാരോട് പോലും എന്തുണ്ട്? അള്ളാഹുവിന്റെ ഈ രൂപത്തിലുള്ള കൽപ്പന നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതീവ ജാഗ്രത ശുക്റിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? എപ്പോഴും പുലർത്തണം എന്നതാണ്. പല സന്ദർഭത്തിലും വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന വിഷയമാണ് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം, അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം എന്നുള്ളത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതം വെച്ച് നോക്കുമ്പോൾ എന്താണ്? മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്നതുകൊണ്ടാണ് ആവർത്തിച്ച് ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് അഭിസംബോധനം ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ചില ആയത്തിലൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് എന്നതാണ് മനുഷ്യന്റെ സിഫത്ത്. അപ്പൊ നമുക്ക് നന്ദിയുള്ള ഒരു മനസ്സും ഒരു നാവും എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ ശുക്ർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാവ് കൊണ്ട് മാത്രമുള്ളതല്ല, മറിച്ച് കൽബ് കൊണ്ടുണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ശുക്റുണ്ട്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. നബി രാത്രി നിസ്കരിക്കുന്നു, കാലിൽ നീര് വരുമാറാണ് നിസ്കരിക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി അത് ഭയങ്കര ഒരു മറുപടിയാണ്. നബി പറഞ്ഞു വെക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിന് ശുക്ർ ചെയ്യുന്ന ഒരു അടിമയായി മാറണ്ടേ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ റബ്ബിന് ശുക്റുള്ള അടിമയായി മാറണ്ടേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ചിന്തയിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ദറജയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അമലിന്റെ വിഷയത്തിൽ എത്തണം എന്നുള്ളതാണ്. എപ്പോഴും നമുക്കൊരു അമല് ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ റബ്ബിന് ഞാൻ ഒരു ശുക്റുള്ള അടിമയാകണ്ടേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ ഇബാദത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അഫലാ അകൂന അബ്ദൻ ശകൂറ, ശുക്റുള്ള ഒരു അടിമയായി മാറണ്ടേ. അതെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും ആഖിറത്തിനെ കുറിച്ച് പല ആവർത്തി പറയുന്നുണ്ട്. നിങ്ങൾ ആഖിറത്തിലേക്ക് മുന്നേറണം, ആഖിറത്തിന് വേണ്ടി ജീവിക്കണം. അതാണ് എല്ലാ ജുമുഅക്കും നമ്മൾ കേൾക്കാറുണ്ട്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിലെ ജീവിതമാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത്. പക്ഷേ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, ആഖിറത്താണ് ഏറ്റവും നന്മ നിറഞ്ഞതും എപ്പോഴും ബാക്കിയാകുന്നതും ആഖിറത്താണ്. അപ്പൊ ഇങ്ങനെ ആഖിറത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ദുനിയാവിനെ കുറിച്ചുള്ള പറച്ചിൽ കുറവാണ്. നിങ്ങൾ ദുനിയാവ് ശ്രദ്ധിക്കണം, ദുനിയാവ് നിങ്ങൾ മറക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയതാണ് പറഞ്ഞിട്ടുള്ളത്. ആഖിറത്തിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് താനും. എന്തുകൊണ്ടാണത്? കാരണം ഒരു മനുഷ്യന്റെ മനസ്സിൽ ദുനിയാവിനോട് എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാകും, ദുനിയാവിനോട് സ്നേഹം ഉണ്ടാകും. എന്നാൽ ഓൻ എന്ത് ചെയ്യണം? ആ സ്നേഹത്തെ കവച്ചു വെച്ച് ആഖിറത്തിനെ സ്നേഹിക്കുന്ന, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളായിട്ട് എന്ത് ചെയ്യണം? ഓ മാറണം എന്നതുകൊണ്ടാണ് വളരെ കൃത്യമായി ഓരോ ആയത്തുകളിലും ഒരു പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആഖിറത്തിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ പറയാണ്, ഫസല്ലി, നബിയെ താങ്കൾ നിസ്കരിക്കണം. ആർക്ക് വേണ്ടി? ലി റബ്ബിക, താങ്കളുടെ റബ്ബിന് വേണ്ടിയിട്ടെന്നാണ്. അപ്പൊ അവിടെ റബ്ബ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് എന്നെ പോറ്റുന്നത് ആരാണ്? നമ്മെ പോറ്റുന്നത് നമ്മുടെ റബ്ബാണ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായ സമയത്ത് എന്താണോ വേണ്ടത് അത് സംവിധാനം ചെയ്യുന്നവനെയാണ് റബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ ആ റബ്ബിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. എന്നിട്ട് പറയണത് ഫസല്ലി റബ്ബിക വൻഹർ, അറുക്കുകയും ചെയ്യണം, അറവ് നടത്തുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ആയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിസ്കാരത്തിന്റെ കൂടെ ചേർത്ത് പറയുന്ന വിഷയമാണെന്ത്? നിസ്കാരത്തിന്റെ കൂടെ സാധാരണ ചേർത്ത് പറയാറുള്ളത് സക്കാത്താണ്. നിസ്കാരത്തിന്റെ കൂടെ സാധാരണ ചേർത്ത് പറയാറുള്ളത് സക്കാത്താണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇവിടെ സക്കാത്ത് ചേർത്ത് പറയാതെ നെഹർ, അറുക്കണം എന്ന് ചേർത്ത് പറഞ്ഞു എന്നാണ് ചർച്ച. എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തേത്, ഇവിടെ ഉദ്ദേശിക്കുന്ന നിസ്കാരം പെരുന്നാൾ നിസ്കാരമാണ് എന്നാണ് എന്ത് ചെയ്തത് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തെന്താ? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ അറവാണ്. ഫസല്ലി റബ്ബിക വൻഹർ. അപ്പൊ ആ ആയത്തിൽ തന്നെ എന്ത് കിട്ടും? അറവ് എപ്പോഴാ? നിസ്കാരം ശേഷമാണ്. നിസ്കാരത്തിന് മുമ്പ് നടത്തിയ അറവ് എന്താവൂല? അറവ് സ്വീകാര്യാവൂല എന്നുള്ളതാണ്. അപ്പൊ ആ ആയത്തിൽ നിന്ന് തന്നെ അത്തരം അഹ്കാമുകൾ
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ നിസ്കാരം, ഇവിടെ ഉദ്ദേശിക്കുന്ന നിസ്കാരം അത് പെരുന്നാളിന്റെ നിസ്കാരമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ശേഷം തന്നെ നെഹ്റു പറഞ്ഞത് എന്നാണ്. എന്നാൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ഉദ്ദേശിച്ച നിസ്കാരം എന്താ, സാധാ നിസ്കാരമാണ്, സാധാ നിസ്കാരമാണ്. അപ്പൊ അവർ ചർച്ച ചെയ്തു എന്തുകൊണ്ട് പിന്നെ സാധാ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് സക്കാത്തിനെ കുറിച്ച് പറയാതെ നെഹർ, അറവിനെ കുറിച്ച് പറഞ്ഞു എന്നതാണ് അവർ ചർച്ച ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാരണം, അവിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്തിരുന്നു, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ശിർക്ക് വെച്ച് പുലർത്തിയിരുന്ന ഒരു വിഷയമാണെന്ത്, അറവ് നടത്തുക എന്നുള്ളത്. അവരെന്ത് ചെയ്യും, വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറവ് നടത്തും. അവരുടെ ആരാധ്യന്മാർക്ക് വേണ്ടിയിട്ട് അവർ അറവ് നടത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ആർക്ക് വേണ്ടി നിസ്കരിക്കണം, റബ്ബിന് വേണ്ടി നിസ്കരിക്കും വേണം. ആ അറവ് ആർക്ക് തന്നെ ആയിരിക്കണം, റബ്ബിന് വേണ്ടി തന്നെ ആയിരിക്കണം. രണ്ടാമത്തേത്, അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നിടത്ത് രണ്ടാമതായി അവർ കാരണം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ സക്കാത്ത് കൊടുത്തിരുന്നോ? നബി സക്കാത്ത് കൊടുത്തിരുന്നോ എപ്പെങ്കിലും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നബിക്ക് സക്കാത്ത് നിർബന്ധമായിരുന്നില്ല എന്നാണ്. കാരണം അതിനുള്ള എന്തില്ല, സമ്പത്ത് ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം സക്കാത്തിന് എന്ത് ചെയ്യണം, ഒരു ഓഹരി ഹൗല് തികയാണല്ലോ. ആ പണം, നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ ഹൗല് എന്ത് ചെയ്യണം, തികയണം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, തികഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അങ്ങനെ പറയാതിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത്രയും ദാരിദ്ര്യം എന്ത് ചെയ്യുന്നുണ്ട്, നബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തേതായി പറയുന്ന കാരണം. മൂന്നാമത്തേത്, ഈ അറബികളുടെ അടുക്കൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണെന്ത്, ഒട്ടകം എന്നുള്ളത്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് ഒട്ടകം. അപ്പൊ അതുകൊണ്ട് അത് അറുക്കുന്ന സമയത്ത് ആർക്കേ അറുക്കാൻ പാടുള്ളൂ, റബ്ബിന് മാത്രമേ അറുക്കാൻ പാടുള്ളൂ എന്നതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനാണ് നിസ്കാരത്തിന് ശേഷം എന്ത് പറഞ്ഞത്, സക്കാത്ത് പറയാതെ അറവ് നടത്തുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം എന്നാണ്. അപ്പൊ അവിടെ ഒന്ന് നമുക്ക് ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, രണ്ട് ഇബാദത്തുകൾ അതെന്ത് ചെയ്യണം, കൃത്യമായ അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരു മനുഷ്യൻ കൊടുക്കണം എന്നുള്ളതാണ്. അതിലൊന്ന് നിസ്കാരമാണ്, മറ്റൊന്ന് അവൻ്റെ അറവാണ്. അപ്പൊ അറവ് എന്നത് വളരെ വലിയ ഇബാദത്താണ്. അറവ് നടത്തുക എന്നുള്ളത് വളരെ വലിയ ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതിൻ്റെ മാംസമോ രക്തമോ അല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ ആ അറുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ആ അറവ് നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള നീയത്ത്, നിങ്ങൾ മനസ്സിൽ എന്താണോ കരുതുന്നത്, അതാണ് എന്ത് ചെയ്യുക, അള്ളാഹു പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ രണ്ട് ഇബാദത്തുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അങ്ങേയറ്റത്തെ തവാളു എന്ത് ചെയ്യണം, ഉണ്ടാകണം. അങ്ങേയറ്റത്തെ വിനയം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പിശുക്കനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും അറവ് നടത്തുക എന്നുള്ളത് ഒരിക്കലും പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നടത്തണമെങ്കിൽ, അറവ് നടത്തണമെങ്കിൽ കുറച്ചൊക്കെ ഇഖ്ലാസ് എന്ത് ചെയ്യണം, അവന് വേണം എന്നുള്ളതാണ്. എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറവ് അവന് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രണ്ടും ഒപ്പം പറഞ്ഞത്. ഇതേപോലെ രണ്ടും ഒപ്പം പറഞ്ഞ മറ്റു ചില സ്ഥലങ്ങളുണ്ട്. സൂറത്തുൽ അൻആമിലെ 162-ാമത്തെ ആയത്ത്, ഖുൽ നബിയെ താങ്കൾ പറയുക, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും എൻ്റെ അറവും അതേപോലെ തന്നെ എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്, ലില്ലാ, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എല്ലാം ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. റബ്ബിൽ ആലമീൻ, അവൻ ലോകരുടെ രക്ഷിതാവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് തരം ഇബാദത്തുകളാണ് ഇവിടെ എന്ത് ചെയ്തത്, കൂട്ടിച്ചേർത്തത്. ഒന്ന് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഇബാദത്താണെന്ത്, നിസ്കാരം. മറ്റൊന്ന് നമ്മുടെ ധനവുമായി ബന്ധപ്പെട്ട ഇബാദത്താണ് അറവ് എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് ഇബാദത്തുകളും കൂട്ടിച്ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുക എന്നുള്ളതിന്റെ വിധി എന്താ, ഷിർക്കുൻ അക്ബറാണ്. അല്ലാത്തവർക്ക് അറവ് നടത്തുക എന്നുള്ളത് ഷിർക്കുൻ അക്ബറാണ്. അതിന് തെളിവ് നമ്മൾ ഈ ഓതി വെച്ച ആയത്താണ്. ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് എന്താ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാ, അള്ളാഹുവിനാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പറഞ്ഞ കാര്യം ഒരിക്കലും കൊടുക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ഇവിടെ പറയുന്ന ഇബാദത്തുകൾ അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കുക എന്നതാണ് തൗഹീദുൽ ഉലൂഹിയത്തിന്റെ കാതലായ വശം എന്നുള്ളത്. തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തുകൾ എന്ത് ചെയ്യാം, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. ആ ഇബാദത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് ഇബാദത്ത് നൽകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ നെഹർ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. നെഹർ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അന്നൽ ഇബ്ല അഫ്ദലു മിനൽ ബഖരി വൽ ഗനമി ഫിൽ ളയാഅ ലിഅന്നഹു തആല അമറ ബിന്നഹ്രി വന്നഹ്റു ഇന്നമാ യകൂനു ഫീഹാ. അപ്പോൾ സാധാരണ അറബിയിൽ നെഹർ എന്ന പദം ഉപയോഗിക്കുക ഒട്ടകത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നെഹർ എന്ന പദം ഉപയോഗിക്കാറുള്ളതെന്നാണ്. അപ്പോൾ വൻഹർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ ഉദ്ദേശം, ഒട്ടകത്തെ എന്ത് ചെയ്യണം, അറുക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജനങ്ങൾ നമ്മെ എന്ത് ചെയ്യും, കളിയാക്കും, ഇല്ലാത്തത് പറയും, ആരോപണങ്ങൾ പറയും. ഇതൊന്നും നമ്മൾ മനസ്സിലെടുക്കേണ്ടതില്ല. മറിച്ച് എന്ത് ചെയ്യുക, നിസ്കരിക്കുക, നിനക്കെന്താണോ റബ്ബ് കൽപ്പിച്ചത് അത് ചെയ്തു പോകുക, അള്ളാഹിന്റെ സഹായം എന്ത് ചെയ്യും, ഉണ്ടാകും എന്ന ഒരു ധ്വനിയും കൂടി ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ആയത്ത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അപ്പൊ അവിടെ പറയുന്നത് തീർച്ചയായും ഷാനിഅക, നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ, ഹുവൽ അബ്തർ, അവരാണ് ആര്, വാലറ്റവരെന്നാണ്, ഭാവിയില്ലാത്തവർ ഈ പറഞ്ഞ ആളുകളാണ് എന്നാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, മറുപടി പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫദ്ല്, ശ്രേഷ്ഠത, നബിയെ അള്ളാഹു എത്രത്തോളം ആദരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. കാരണം ഒരു ആക്ഷേപം വന്നപ്പോൾ ആ ആക്ഷേപത്തെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, തടുത്തു നിർത്താൻ. നബിയാണ്, നബിന് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റൂല. ഇന്ന ഷാനിയൊക്കെ നബിയെ താങ്കളെ വിമർശിച്ചവരാരോ, താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ് ആരോ, ഹുവൽ അബ്തർ, അവരാണെന്ത്, വാലറ്റവർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹങ്ങൾ നൽകി അല്ലെ. കൗസർ എന്നുള്ളത് നബിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. എന്നാൽ ആ അനുഗ്രഹം പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ആ അനുഗ്രഹം പൂർത്തിയാകുന്നത് ഈ പറഞ്ഞ ശത്രുക്കളെയും കൂടി എന്ത് ചെയ്യണം, ശത്രുക്കളെയും കൂടി അവരാണ് അബ്തർ എന്ന് പറയുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ അനുഗ്രഹം പൂർത്തിയാകുന്നത് എന്നാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്, ഇന്ന അഹ്ലസുന്ന യബ്ഖൗന വയബ്ഖാ ദിക്റുഹും, അഹ്ലുസുന്ന എപ്പോഴും ചെയ്യും, ബാക്കിയാകുന്ന, അഹ്ലുസുന്ന എപ്പോഴും ബാക്കിയാകും. എന്തൊക്കെ പേരിട്ട് അവരെ കളിയാക്കിയാലും അഹ്ലുസുന്ന ബാക്കിയാകും. വഅഹ്ലുൽ ബിദ്അത്തി യമൂതൂന വയമൂതു ദിക്റുഹും, ബിദ്അത്തിന്റെ ആളുകൾ എന്ത് ചെയ്യും, മരിക്കും, അവരെ കുറിച്ചുള്ള ഓർമ്മകളും എന്ത് ചെയ്യും, ഇല്ലാണ്ടാകും എന്നുള്ളതാണ്. അത് ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്തർ എന്ന് വിളിച്ചു. ആ അബ്തർ എന്ന് വിളിച്ച ആൾക്കാരെ ചരിത്രത്തിൽ ആർക്കും അറിയില്ല. ചരിത്രത്തിൽ അവര് മറക്കപ്പെട്ടിട്ടുണ്ട്, അവരാർക്കും ഓർമ്മയില്ല. അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്, അതും എന്തില്ല, ആർക്കും ഓർമ്മയില്ല എന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ആളുകൾ പിൻപറ്റുന്നുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ ദീൻ പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പൊ അവിടെ സത്യത്തിന്റെ പാത അതെന്ത് ചെയ്യും, എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സമൂഹം ലാഹിരീന അലൽ ഹഖ്, അവർ സത്യത്തിൽ വളരെ പ്രകടമായിട്ട് എന്ത് ചെയ്യും, നിലകൊള്ളും എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യാൻ പറ്റൂല, ഒരാൾക്കും നിന്ദരാക്കാൻ സാധിക്കുകയില്ല, അവരെ ഇകഴ്ത്താൻ സാധിക്കുകയില്ല. എന്തൊക്കെ പരിശ്രമിച്ചാലും ശരി, ഒരു വിഭാഗം എന്ത് ചെയ്യും, ഉമ്മത്തിൽ സത്യത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്തു ശറഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വറഫഅനാ ലക ദിക്റക്, താങ്കളുടെ ദിക്ർ എന്ത് ചെയ്തിട്ടുണ്ട്, നാം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, അതായത് ആ ദിക്ർ ആരാണോ ഏറ്റെടുക്കുന്നത് അവനും എന്തുണ്ടാവും, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും എന്നതാണ്. അവനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. അപ്പൊ അവിടെയാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹു ഉയർച്ച നൽകുക, അവന്റെ ഇൽമ് ഉണ്ട് എന്നത് മാത്രം കൊണ്ട് എന്ത് ചെയ്യൂല, ഒരാൾക്ക് ഉയർച്ച ലഭിക്കുകയില്ല. ഇൽമുള്ളത് കൊണ്ട് മാത്രം
ഒരാൾക്ക് ഉയർച്ച ലഭിക്കുകയില്ല. മറിച്ച് സുന്നത്തിനെ സ്നേഹിക്കുകയും ആ സുന്നത്ത് കൃത്യമായി അനുധാവനം ചെയ്യുന്ന ആളുകൾക്കാണ് എന്തുണ്ടാവുക? ഉയർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത് നമ്മൾ സുന്നത്തുകളെ എത്രത്തോളം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒറ്റ ഒരു ദിവസം തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സുന്നത്തുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ അശ്രദ്ധ മൂലം ഇല്ലാതായി പോകുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്. പള്ളിയിലേക്ക് വരുന്ന സമയത്തുള്ള പ്രാർത്ഥന, പള്ളിയിലേക്ക് വരുന്ന സമയത്തുള്ള പ്രാർത്ഥന, പള്ളിയിലേക്ക് നടന്നു വരിക എന്നുള്ളത്, അതേപോലെ തന്നെ ഉളു എടുത്തിട്ട് എന്ത് ചെയ്യാം? പള്ളിയിലേക്ക് വരിക എന്നുള്ളത്. ഇനി പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള പ്രാർത്ഥന, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിവിടെ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ തന്നെ അതും പ്രതിഫലം കിട്ടുന്ന വിഷയമാണ്. അവിടെയാണ് പറഞ്ഞത്, നിസ്കാരത്തെ കാത്തിരിക്കുന്ന കാലത്തോളം നിങ്ങൾ നിസ്കാരത്തിലാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സുന്നത്തുകളുടെ വിഷയത്തിൽ നമ്മൾ ഈ സുന്നത്തുകളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അശ്രദ്ധയിലായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? അങ്ങനെയൊന്നും പാലിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സുന്നത്തിന്റെ വിഷയത്തിൽ വളരെ കണിശത ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? പുലർത്തണം എന്നുള്ളതാണ്. അങ്ങനെ പുലർത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് അവന്റെ ഫർള് നിസ്കാരത്തിൽ അവൻ എന്തുണ്ടാവും? നല്ല ബോധ്യമുണ്ടാവും, നല്ല ഖുശൂഅ് ആ ഫർള് നിസ്കാരത്തിൽ അവന് ലഭിക്കും എന്നതാണ്. ഇനി സുന്നത്തിന്റെ വിഷയത്തിൽ ഒരാൾ കണിശത കുറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വാഭാവികമായിട്ടും ഫർളിന്റെ എന്ത് ചെയ്യും? കണിശത കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒരടിമ എന്ത് ചെയ്യും? ഒരടിമ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. എപ്പോൾ? അവൻ സുന്നത്തുകൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അടിമ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സുന്നത്തുകൾ എന്നുള്ളത്. അപ്പൊ ആ സുന്നത്തുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ എഴുന്നേറ്റത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? സുന്നത്തുകൾ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു മുസ്ലിമിന്റെ ജീവിതം എന്നത് ആരംഭം തന്നെ സുന്നത്ത് കൊണ്ടാണ്. അപ്പൊ ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ആ സുന്നത്തുകൾ നമുക്ക് പറയാൻ സാധിക്കുക എന്നത് അള്ളാന്റെ വലിയ തൗഫീഖാണെന്നാണ്. ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച ഒരു ദിവസവും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം തമ്മിൽ എന്തുണ്ടാവും? വളരെ വലിയ അന്തരമുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ചില സുന്നത്തുകളെങ്കിലും നമ്മൾ വളരെ കണിശമായി പാലിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒന്ന് അദ്കാറുൽ സ്വബാവും അദ്കാറുൽ മസാഉം. പല ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല? അത് കൃത്യമായി ദിക്റായി ചൊല്ലാറില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് അത് അറിയുന്നില്ല. രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന ഉണ്ട്, രാവിലെ ഇന്നതാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന ദിക്റുകളുണ്ട് എന്നത് ചില ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ശ്രേഷ്ഠമായ നല്ല ആശയം ഉൾക്കൊള്ളുന്ന ദിക്റുകളാണ് രാവിലെയും വൈകുന്നേരമുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചൊല്ലേണ്ടതാണെന്ത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അപ്പൊ ആ പ്രാർത്ഥന ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാലുള്ള ശ്രേഷ്ഠത എന്താ? ആ പ്രാർത്ഥന ഒരുത്തൻ പ്രാർത്ഥിച്ചാലുള്ള ശ്രേഷ്ഠത, രാവിലെ പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗത്തിലാണെന്നാണ്. വൈകുന്നേരം പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം രാവിലെ ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലാണ്. അപ്പം അങ്ങനെ ഓരോ പ്രാർത്ഥന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്? വളരെ വലിയ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. അർത്ഥവും അതേപോലെ തന്നെയാണ്. അതേപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് ശൈഖന്മാരൊക്കെ പറയുന്നത്, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത്, അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ എന്തിലാണോ അള്ളാഹു സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, എന്തായിരിക്കും ഹെഡിങ് ഉണ്ടാവുക? ഹിസ്നുൽ മുസ്ലിം. മുസ്ലിമിൻ്റെ എന്താണ്? ഹിസ്നാണെന്നാണ്, രക്ഷാകവചം എന്നാണ്. അവനെന്ത് ചെയ്യും? സംരക്ഷിക്കുന്ന. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാധിച്ചേക്കാവുന്ന കണ്ണേറുകൾ മറ്റും എല്ലാ കാര്യത്തിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്താണ്? ഈ പറയുന്ന ദിക്റുകളാണ് എന്നതാണ്. അപ്പൊ ദിക്ർ ഉണ്ട് എങ്കിൽ എപ്പോഴും നമ്മൾ ലൈവിലായിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും?
നമ്മൾ ലൈവിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അവിടെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ദിക്റിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത്, ഒരു മീനിനെ അതിൻ്റെ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അതുപോലെയാണ് ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതത്തിൽ ദിക്റില്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഉപമപ്പെടുത്തുന്നുള്ളത് എന്നാണ്. അതേപോലെ തന്നെ ദിക്ർ പറയുന്നവനും അള്ളാഹുവിനെ ഓർക്കുന്നവനും അള്ളാഹുവിനെ ഓർക്കാത്തവനെയും ഉപമിക്കുന്നത് എന്തോട് കൂടിയിട്ടാണ്? മരിച്ചവനോടാണ് എന്ത് ചെയ്യുന്നത്, ഉപമിക്കുന്നത് എന്നാണ്. അപ്പോൾ ദിക്റുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം അതിന് സമയം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, പറയണം എന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ദിക്ർ പറയാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്ന ചില ഉമ്മമാരുണ്ട്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു വെച്ചാൽ ദിക്ർ പറയാനായിട്ട് എന്ത് ചെയ്യും, അവരിങ്ങനെ ഇരുന്ന് ഓരോ ദിക്റും ഇങ്ങനെ പറഞ്ഞു തീർക്കുന്ന ഒരവസ്ഥ ഉണ്ട്. എന്നാൽ ഇന്നെന്തില്ല, അങ്ങനത്തെ ഒരവസ്ഥ ആരിലും കാണാനില്ല എന്നുള്ളതാണ്. ദിക്ർ പറയുന്നത് പോയിട്ട് ഖുർആൻ തന്നെ എന്തില്ല, കൃത്യമായ പേജ് വെച്ച് ഖുർആൻ ഓതുന്ന അവസ്ഥ തന്നെ ഇല്ലാതായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വളരെ വലിയ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ദിക്റിൻ്റെ വിഷയത്തിൽ വളരെ വലിയ ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, ഇത്തരം ദിക്റുകളുടെ വിഷയത്തിൽ അവബോധം, ഇങ്ങനെ ദിക്റുണ്ട്, ഇത് പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ ആൾക്കാരുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിക്റുകൾ തേടി നടക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയുള്ള ദിക്റുകൾ അവർക്ക് വേണ്ട? ഒന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫുള്ളാകുന്ന ദിക്റ്. അതല്ലെങ്കിൽ ചില ദിക്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കണം. അപ്പം അങ്ങനെയുള്ള ദിക്റുകൾ തേടി നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ചില റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അതാണ്. ഹദീത്ത് ഉണ്ടാവില്ല, അതിൻ്റെ ആരാ ഉദ്ധരിച്ചതെന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ എന്ത് ചെയ്യും, അടിച്ചു വിടുന്നുണ്ടാവും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് ദിക്റുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ആളുകൾ അകലാനുള്ള കാരണം എന്താ, അറിയില്ല. അപ്പം അറിയാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എവിടുന്നാണോ എന്താണോ കിട്ടുക അതെന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ദിക്റുകൾ ഉണ്ടായിരിക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെയുള്ള ഒരു രൂപത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകരുത്. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ പ്രസ്തുത സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു സൂറത്ത് വിശദീകരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.